നമസ്കാരം. മധ്യപൂർവേഷ്യ മുഴുവൻ ഒരു വലിയ യുദ്ധത്തിന്റെ നിഴലിൽ അമർന്നിരിക്കുമ്പോഴും ഭരണകൂട ഭീകരതയുടെ മറ്റൊരു മുഖം വലിഞ്ഞു മുറുകുന്നു. രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലും സാമ്പത്തിക രംഗത്തിന്മേലും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭീഷണികൾ ഒരു വശത്ത് പുകയുമ്പോൾ മറുശ്രേണിയിൽ സ്വന്തം നാട്ടിലെ സ്ത്രീകളുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താനാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഭരണകൂടം ശ്രമിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തലസ്ഥാനമായ ടെഹ്റാൻ അടക്കമുള്ള പ്രധാന നഗരങ്ങളിൽ ഹിജാബ് നിർബന്ധമാക്കുന്ന നിയമങ്ങൾ കാറ്റിൽ പറത്തി ആയിരക്കണക്കിന് സ്ത്രീകളാണ് തെരുവിലിറങ്ങുന്നത്. എന്നാൽ ഇതിനെ അതിക്രൂരമായ അടിച്ചമർത്തൽ നടപടികൾ കൊണ്ടാണ് ഇറാനിലെ മൊറാലിറ്റി പോലീസ് നേരിടുന്നത്. മാധ അമീനി എന്ന 22കാരി മൊറാലിറ്റി പോലീസിന്റെ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട സ്ത്രീ ജീവൻ, അതുപോലെ തന്നെ സ്ത്രീ സ്വാതന്ത്ര്യം ഇറാനിൽ ഒടുങ്ങിയിട്ടില്ല എന്നതിന്റെ തെളിവാണ് നിലവിലെ സംഭവങ്ങളൊക്കെ തന്നെ. ഹിജാബ് ധരിക്കാതെ പരസ്യമായി യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് സേവനം നൽകി എന്നാരോപിച്ച് ഡസൻ കണക്കിന് കഫേകളും ആധുനിക രീതിയിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റുകളുമാണ് അധികൃതർ അടച്ചുപൂട്ടിയത്. സ്ഥാപനങ്ങൾ മുന്നറിയിപ്പില്ലാതെ പൂട്ടിയിടുന്നത് വ്യാപാരികളെയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. തെരുവുകളിൽ പോലീസിനെ നേരിട്ടിറക്കി ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം കൂടുതൽ ഹൈടെക് അടിച്ചമർത്തൽ മാർഗങ്ങളാണ് ഭരണകൂടം ഇപ്പോൾ സ്വീകരിക്കുന്നത്. നഗരങ്ങളിലെ പ്രധാന കവലകളിലും മെട്രോ സ്റ്റേഷനുകളിലും സ്ഥാപിച്ചിട്ടുള്ള AI സജ്ജമായ ഫേഷ്യൽ റെക്കഗ്നിഷൻ ക്യാമറകൾ ഇത്തരത്തിൽ ഹിജാബ് ധരിക്കാത്ത സ്ത്രീകളെ തിരിച്ചറിയുന്നുണ്ട്. തുടർന്ന് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുക, വാഹനം കണ്ടുകെട്ടുക, ഫോണുകളിലേക്ക് ഭീഷണി സന്ദേശങ്ങൾ അയക്കുക തുടങ്ങിയ അതിരൂക്ഷ നടപടികളാണ് ഭരണകൂടം നടപ്പിലാക്കുന്നത്. ഇറാനിയൻ റിയാലിന്റെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. ആഗോള സാമ്പത്തിക ഉപരോധങ്ങളും എണ്ണ കയറ്റുമതിയിലെ നിയന്ത്രണങ്ങളും ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്നു. പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും കാരണം ജനങ്ങൾ വലയുമ്പോഴും ഈ കാതലായ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഭരണകൂടം ഇത്തരം ധാർമ്മിക വിഷയങ്ങൾ വീണ്ടും ആയുധമാക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഭരണകൂടത്തിന്റെ ശിക്ഷാ നടപടികൾ കടുക്കുമ്പോഴും പരാജയപ്പെടാൻ മനസ്സില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാനിലെ യുവതലമുറ. അറസ്റ്റും തടങ്കലും ഭയന്ന് വീടുകളിൽ ഇരിക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തലമുടി അഴിച്ചിട്ട് നടന്നു പോകുന്ന യുവതികളുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നുണ്ട്. ആഗോളതലത്തിൽ ഒറ്റപ്പെടുകയും ആഭ്യന്തരമായി വലിയ ജനരോക്ഷം നേരിടുകയും ചെയ്യുന്ന ടെഹ്റാനിലെ ഭരണാധികാരികൾക്ക് സ്വന്തം ജനതയുടെ സ്വാതന്ത്ര്യദാഹത്തിന് മുന്നിൽ എത്ര നാൾ പിടിച്ചു നിൽക്കാനാകും എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. അടിച്ചമർത്തലുകൾ ശക്തമാകുമ്പോഴും ഇറാനിയൻ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനായുള്ള ഈ പോരാട്ടം മാച്ചുകളയാനാകാത്ത ചരിത്രമായി മാറുകയാണ്. ഇറാനിൽ ഹിജാബ് ധരിക്കാത്ത സാധാരണക്കാരായ സ്ത്രീകൾക്ക് ചാട്ടവാറടിയോ ജയിൽ ശിക്ഷയോ കിട്ടാം. കുറ്റം ആവർത്തിക്കുന്ന സ്ത്രീകൾക്ക് 15 വർഷം വരെ തടവോ വധശിക്ഷയോ കിട്ടാം. ഇറാനിൽ ഹിജാബ് ധരിക്കാത്തവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന കടുത്ത ശിക്ഷ നിശ്ചയിച്ച് 2024 നിയമം പുതുക്കി. എന്നാൽ നേതാക്കന്മാരുടെ മക്കൾക്ക് ഇതൊന്നും ബാധകമല്ല. ഈ ഹിപ്പോക്രസിയാണ് ഇപ്പോൾ അവിടുത്തെ വലിയ ചർച്ചാ വിഷയമെന്ന് മാത്രമല്ല, വലിയ ജനരോക്ഷവും ഉയർന്നു കഴിഞ്ഞു. സാധാരണക്കാർക്ക് ഒരു നിയമം, നേതാക്കൾക്ക് മറ്റൊരു നിയമം.